പോയാലോ? ലുലുമോൾ ചുമ്മാ സാധനം വാങ്ങാൻ പോയപ്പോൾ കുറേ മുന്തിരികൾ അവിടെ കണ്ടു. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു വൈനിടണമെന്നുള്ളത്. ക്രിസ്മസ് വരുമല്ലേ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ കണ്ടുപിടുത്തങ്ങൾക്കൊടുവിൽ നമ്മളും ആ അംഗത്തിന് പുറപ്പെട്ടു. ഇതിൽ ക്യാമറ തിരിക്കുക എന്നല്ലാതെ 10 പൈസയുടെ പണി ഞാൻ എടുത്തിട്ടില്ല. മുന്തിരി, പഞ്ചസാര, നെല്ല്, ഗോതമ്പ്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, നേരിയ അളവിൽ ഈസ്റ്റ്, ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചൂടുവെള്ളം തണുപ്പിച്ചാറ്റിയ ചൂടുവെള്ളമാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് മിക്സാണ്. മിക്സ് ചെയ്യാൻ കുറച്ച് പാട് തന്നെയാണ്, നല്ല രസമാണ് കേട്ടോ അത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അങ്ങോട്ടുള്ളത് 35 ദിവസത്തെ കാത്തിരിപ്പാണ്. അതിൽ 21 ദിവസം ഓരോ നേരം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. 21 ദിവസം ആവുമ്പോൾ അത് അരിച്ചിട്ട് അടുത്ത 14 ദിവസം അത് സൂക്ഷിച്ച് വെക്കണം. അപ്പോഴാണ് നമ്മുടെ വൈൻ റെഡി ആവുന്നത്. പ്രത്യേകം സൂക്ഷിക്കേണ്ടത്, ചൂടാറി തണുത്ത വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. സൂര്യപ്രകാശം അതിലേൽക്കാൻ പാടില്ല. നമ്മളിത് ഇളക്കുന്ന തവിയില്ലേ, അത് കഴുകി ഉപയോഗിക്കാനും പാടില്ല. കാതിരിപ്പൂ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് വേണമെങ്കിൽ കുറച്ചിടായിരുന്നു. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഏതാണ്ട് ഒരു 12 ദിവസം മുന്നെയാണ്. അതായത് 12 ദിവസമായി ഈ വൈൻ നമ്മൾ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനിടയ്ക്ക് നമ്മൾ ഡെയിലി ഒരു നേരം രാത്രിയാണ്, ആ സമയം നമ്മളിത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ആ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അതായത് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ഇതുവരെ അത് ഭയങ്കര സൂപ്പറാണ്. പക്ഷേ നമുക്ക് 35 ഡേയ്സ് അല്ല, അതിൽ കൂടുതൽ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കാം. അതിരിക്കും തോറും അതിൻ്റെ വീര്യം കൂടും എന്നാണല്ലോ. അപ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അത് വെച്ച് സൂക്ഷിക്കാം. വേണമെങ്കിൽ നെക്സ്റ്റ് ഇയർ ക്രിസ്മസിന് വേണമെങ്കിൽ ഇത് എടുക്കാം. പക്ഷെ നമ്മൾ 35 ഡേയ്സാണ് വെക്കുന്നത്. അപ്പോൾ 35 ഡേയ്സ് ആവുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ വരാം. ഓക്കെ, ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് വേറൊരു ഐഡിയ വന്നത്. നമുക്ക് എന്തുകൊണ്ടൊരു പ്ലം കേക്ക് കൂടെ ഇനി ഉണ്ടായിക്കൂടാ. അപ്പം നെക്സ്റ്റ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പ്ലം കേക്കാണ്. അപ്പോൾ പ്ലം കേക്കും വൈനും എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്ക് ക്രിസ്മസിന് കാണാം. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ബൈ.